അസ്സലാമു അലൈക്കും. അബൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റൊക്കെ വരിക, എനിക്ക് സന്തോഷം ഒക്കെ. നമ്മൾ സപ്പോർട്ടിനനുസരിച്ചാണ് പിന്നെ വീഡിയോ ഇടുമ്പോഴുള്ള ഒരു ഇതട്ടോ. അപ്പോൾ ഞങ്ങൾ ലുലു മാളിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോണത്. അപ്പോൾ വാവ എന്നാൽ പിന്നെ ഇവിടെ വാവ ഞങ്ങളുടെ അടുത്തുണ്ടാകുമ്പോൾ മാക്സിമം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങും. ചെറിയ കുഞ്ഞു കുഞ്ഞു ടൂർ കേട്ടോ, എറണാകുളത്തിൽ മാത്രം, അല്ലാതെ ഞങ്ങൾ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല. മലപ്പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയായിട്ടില്ല. നമുക്ക് അതിനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. പനിയും കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ എത്തിയിട്ടോ, പിന്നെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കയറാമെന്നുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ലുലു മാളിലേക്ക് മെട്രോയിൽ നിന്ന് കയറിയിട്ട് പിന്നെ അങ്ങനെ ലുലു മാളിലേക്കാണ് കിടക്കാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് ഞങ്ങളിന്ന് വന്നത്. കുറേ നാളായി ഞങ്ങൾ മെട്രോ വന്ന സമയത്തായിട്ട് ഞാൻ 1-2 പ്രാവശ്യം ഞങ്ങൾ കയറിയതാണ്, പിന്നീട് കയറിയിട്ടില്ല. അപ്പം ഏതായാലും മെട്രോയിലൊക്കെ ഒന്ന് കുട്ടികളായിട്ട് കയറാൻ സന്തോഷം, അങ്ങനെ വിചാരിച്ചാൽ ഞങ്ങൾ പിന്നെ മെട്രോയിലേക്ക് വന്ന കേട്ടോ. ഭയങ്കര ഒരു രസമാണ് രാത്രിയിലാവുമ്പോൾ മെട്രോയിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. പിന്നെ എത്ര സമയം പകലങ്ങനെ നമുക്ക് തോന്നൂല, രാത്രിയിലാണ് ഭയങ്കര ഇതാണ് കേട്ടോ, രസമാണ്. വണ്ടികൾ പോണതേ 2-3 റോഡിൽ വണ്ടികൾ ഇങ്ങനെ നല്ല ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ എന്ത് ഭംഗിയാ അറിയാം. ആ സൈഡിൽ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇങ്ങനെ അമ്മൂനൊന്ന് വാഷ്റൂം പോകണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരമൊക്കെ നിന്ന് കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പിന്നീട് നമുക്ക് എന്താ പറയുക, നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടുമ്പോൾ നമുക്ക് അത് പിന്നീട് കാണുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കാത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ലുലു മാളിൽ പിന്നെ ഓഫറുള്ള ദിവസങ്ങളാട്ടോ ഈ കഴിഞ്ഞ 2-3 ദിവസമായി തുടങ്ങിയിട്ട്. ഭയങ്കര തിരക്കാണ്. എന്ത് തിരക്കാണെന്നറിയോ. അത് കാരണം ഞങ്ങൾ പിന്നെ ഇങ്ങനെ മെട്രോയിൽ വന്ന് അങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അത്ര തോന്നിയില്ല. പക്ഷെ നല്ല തിരക്കാണ്. കുട്ടികളായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ച് അമ്മയൊക്കെ പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്ന് ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറി കുറച്ച് വീഡിയോസായിട്ട് എടുത്ത്. കാരണം നമ്മൾ ഒരുപാട് ആളുകൾ ഇരിക്കുമ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ അവരൊക്കെ ഇഷ്ടമില്ലാതെ നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അധികമൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ എന്ത് ഭംഗിയല്ലേ കാണാൻ. അത് വീഡിയോയിൽ അത്രയും അങ്ങോട്ട് ക്ലിയർ ഇല്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ എന്ത് ഭംഗിയറിയോ. കുറേ സമയം നിന്നാലും ബോറടിക്കൊന്നുമില്ല കേട്ടോ. രാത്രിയിലാവണം, പകലത്രയും ഒന്നും തോന്നില്ല. രാത്രിയാണ് ആലുവ ടൗൺ മൊത്തം നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ലുലു മാളിലോട്ട് കയറിയിട്ടോ. അങ്ങനെ പിന്നെ അമ്മൂന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട്, അമ്മു ഭയങ്കര ഫോട്ടോൻ്റെ ആളാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് അവൾ പോസ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ട്, അപ്പോൾ ഈ പാത്രങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് മാത്രമാണ് കേട്ടോ നമുക്ക് ഒരു ഓഫറായിട്ട് തോന്നിയത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ മേക്കപ്പ് സാധനങ്ങളാണ്, അതാണ് കൂടുതൽ ഇതട്ടോ. അപ്പോൾ വാവക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ചില്ലും വാവയൊക്കെ ജീനുമൊക്കെ കുറച്ച് അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിച്ചു. അതിനൊക്കെ നല്ല ഓഫറുണ്ട്, നല്ല തിരക്കുമാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് ഓഫർ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ
എന്താ പറയുക ലുലു മാളിലേക്ക് പിന്നെ നമുക്ക് വരാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. ഇവർ ഇടയ്ക്കുള്ളൊരു സ്നേഹപ്രകടനം കേട്ടോ, ഇടയ്ക്ക് തല്ലാണ്, ഇടയ്ക്ക് അവൾ വന്ന് തോണ്ടും, അപ്പോൾ അവനെ ഇഷ്ടപ്പെടില്ല, അപ്പോൾ അവനൊന്ന് അങ്ങോട്ട് തോണ്ടും. ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ അവിടുന്ന് പർച്ചേസൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ നേരെ മുകളിലേക്ക് പോയി കേട്ടോ. അമ്മൂനൊക്കെ കളിക്കാനായിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോയി. ഞങ്ങൾ ഐദൂനെയും കൊണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്, പക്ഷെ ഇതിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതിലൊന്നും കയറുന്ന ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ അമ്മൂന് ഭയങ്കര ഇതാണ് കേട്ടോ. ഐദൂന് കുറച്ചൊരു പേടിയുമുണ്ട്. അവൾ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത മാതിരിയുള്ള ഓട്ടമാണ്. അങ്ങനെ പിന്നെ അവളെ പിന്നെ കുറേ റൈഡിലൊക്കെ കയറ്റി, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റൈഡിൽ കേട്ടോ. പിന്നെ ഇവിടെ പിന്നെ ഒരുപാട് പേടിക്കണ അപകടങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടിയുള്ളതാണ്, നമ്മളങ്ങനെ കുട്ടികളങ്ങനെ കയറ്റൂല. അപ്പോൾ വളരെ നോർമലായതിലാണ് അമ്മൂനെ കയറ്റിയത്. അമ്മൂന് ഭയങ്കര സന്തോഷം. ഐതുമോൻ അങ്ങനെ നോക്കുന്നുണ്ടാവളെ നന്നായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാണിച്ചു കൊടുത്തു, ഇനി അടുത്ത പ്രാവശ്യം വരികയാണെങ്കിൽ അവനും കയറിക്കോളും എന്ന് വിചാരിച്ചിട്ടേ. ചെറിയ ചെറുതിലൊക്കെ കയറ്റുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര കൂക്കി അറക്കണം കേട്ടോ. കുട്ടികളൊക്കെ കയറ്റിയിട്ട് ഭയങ്കര കരച്ചിൽ കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഇവിടുത്തെ സൗണ്ടൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, കോപ്പി റൈറ്റിംഗ് ഒക്കെ വരും വിചാരിച്ചിട്ടേ. അവന് ഭയങ്കര സന്തോഷം. ഞാൻ ഒരു സ്റ്റീമറാണ് കേട്ടോ എടുത്തത്. ചില്ലു ഞാൻ നോക്കിയിട്ടുള്ളൂ. ഞാൻ കുറേ നാളായിട്ട് ഞാനിങ്ങനെ എപ്പോഴും സ്റ്റീമർ വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിക്കലുണ്ട് കേട്ടോ. 2 തട്ടുകളാണ് വാങ്ങിച്ചത്. അപ്പോൾ വളരെ വില കുറവാണ് കേട്ടോ, പാത്രങ്ങൾക്കൊക്കെ വളരെ വില കുറവാണ്. കാരണം 1600 രൂപയുടെ സ്റ്റീമറിന് 699 രൂപയാണ് കൊടുത്തത്. അത് നല്ല നല്ല കട്ടിയുള്ള സ്റ്റീലിൻ്റെ. അപ്പം ഞാനത് ഇതിൽ കാണിച്ചിട്ടില്ല, കാരണം അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുത്തില്ല, വേറെയാണ് എടുത്തത്. പിന്നെ അപ്പോൾ ഇതിൽ കാണിച്ചു, പക്ഷെ നല്ല പാത്രങ്ങൾക്കൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നമ്മൾ പാത്രങ്ങളൊക്കെ ഉള്ള കാരണം അധികം പാത്രങ്ങൾ വാങ്ങിക്കാനൊന്നും നിന്നില്ല. നമുക്കിനി എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും എനിക്ക് മതിയാവില്ല പാത്രങ്ങൾ. അപ്പം ഞാനിങ്ങനെ വെറുതെ എടുത്ത് നോക്കി വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളൊരിതിലാണ്. കാരണം അപ്പം അത്യാവശ്യം നമ്മൾ സ്റ്റീം ചെയ്യണ ഇഡ്ഡലി തട്ടിലും പുട്ടുകുടത്തിലൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം നമുക്ക് അട പുഴുങ്ങാനും അങ്ങനെയൊക്കെ, പിന്നെ മുട്ടയൊക്കെ സ്റ്റീം ചെയ്തെടുക്കാനും, അങ്ങനെ നമ്മൾ ഈ കിണ്ണത്തപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റീം ചെയ്തെടുക്കാനൊക്കെ ഒരെണ്ണം ഇങ്ങനെ സ്റ്റീമർ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ വിചാരിച്ചില്ല. പക്ഷെ അങ്ങനെ ഞാൻ വാങ്ങണമെന്നല്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ചില്ലു പറഞ്ഞു, അപ്പോൾ ഇതാണോ പറഞ്ഞതെന്ന് ചോദിച്ച്. അപ്പം പറഞ്ഞാൽ ഇതാണ്, ഇപ്പം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ റെസ്റ്റ് ചെയ്യാൻ പോയി. ഒരു സ്ഥലത്ത് ഇരുന്നു ഞാൻ പോയിട്ട്. ഇവളത് ചില്ലു അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് എനിക്ക് പിന്നെ സസ്പെൻസായിട്ട് എനിക്കത് തന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇത് തോന്നിയിട്ട്. കാരണം 1600 രൂപയാണ്. ഞാനത് ഓൺലൈനിൽ നോക്കിയപ്പോഴും അതേ, പിന്നെ കടകളിലൊക്കെ നോക്കുമ്പോഴും നല്ല റേറ്റ് ഉണ്ട്, കാരണം നല്ല ഇതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പാത്രങ്ങൾക്ക് കേട്ടോ ഓഫറുണ്ട്. ഞാൻ പിന്നെ അതാണ് നമ്മൾ എന്താ പറയുക, പിന്നെ കളിയാക്കും കുട്ടികൾ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടേ. പിന്നെ അപ്പോൾ നമ്മൾ
ഇപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ മേളയിലൊക്കെ വാവ കയറിയപ്പോഴും റിലയൻസിൽ കയറിയപ്പോഴൊക്കെ ഒരുപാട് പാത്രങ്ങളും അതും ഇതൊക്കെ കണ്ടതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇവിടുന്ന് അത്രയൊന്നും ചെയ്തില്ല. അങ്ങനെ അമ്മു നല്ല തിമിർത്ത് കളിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു റൈഡാണ്. കാരണം ഇങ്ങനത്തെ ചെറുതിലൊന്നും കയറുമ്പോൾ കുട്ടികളെ നമുക്ക് പേടിക്കണ്ട. പക്ഷെ വലുതിലൊന്നും നമ്മൾ കയറ്റൂല എന്തായാലും കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളാണ് കേട്ടോ. കാരണം വാവ വന്നിട്ട് എന്താ പറയുക, വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അതും സന്തോഷമാണ്, പുറത്തോട്ടിറങ്ങുമ്പോൾ അത് വേറൊരു സന്തോഷമാണ്. അപ്പം അമ്മൂനെയും കൊണ്ട് അവളും കയറിയിരിക്കുകയാണ്. കാരണം അതിലൊന്നും ഒറ്റയ്ക്ക് അവളൊന്നും ഇരുത്താൻ പറ്റില്ല. ചിലപ്പോൾ ഇറങ്ങി ഇങ്ങോട്ട് പോരും ചെയ്യുമേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം ചെറിയ ചെറിയ കാര്യം കൊണ്ട് നമുക്ക് സന്തോഷിക്കാം. കാരണം നമുക്ക് വലിയ ടൂർ പോകണമെന്നൊന്നുമില്ല. ഒന്നാമത് മഴയൊക്കെ ആവുന്ന സമയത്ത് എനിക്കങ്ങനെ ലോങ് ട്രിപ്പ് പോണതേ പേടിയാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ വലിയ ഇതായിട്ടൊക്കെ പോണതൊക്കെ പേടിയാണ്. പിന്നെ മലപ്പുറത്തോട്ട് പെരിന്തൽമണ്ണയിലേക്ക് പോകുക എന്ന് പറയുന്നത് നമ്മളെ ആളുകളെ കാണുക, നമ്മളെ കൂടപ്പുറപ്പുകൾ, നമ്മളെ നാട് കാണുക എന്നുള്ള സന്തോഷത്തിൽ പിന്നെ നമ്മളെന്തായാലും പേടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പിന്നെ അങ്ങനെ വരും. മറ്റുള്ള സ്ഥലത്തോട്ടൊന്നും അങ്ങനെ പോകാൻ എനിക്ക് പേടിയാണ്. അമ്മൂന് പൊതുവെ എല്ലാത്തിലും എടുത്ത് ചാടും. അവൾ പേടിയില്ല അവൾക്ക്. പക്ഷെ ഐതുമോൻ അങ്ങനെയല്ല. ഐതുമോന് പേടിയാണ്. പെട്ടെന്നൊന്നും ഒന്നിലും എടുത്ത് ചാടി കയറൂല. അപ്പം നമ്മൾ വിചാരിച്ച് അങ്ങനെ ഫ്രീ ആക്കി വിട്ടു. അവർക്ക് എപ്പോഴാണോ തോന്നണത് അപ്പോൾ അവർ ചെയ്യട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ലുലു മാളിലൊക്കെ ഇടയ്ക്കൊക്കെ വരലുണ്ട്. ആഴ്ചയിൽ ചിലപ്പോൾ 2 പ്രാവശ്യം അല്ലെങ്കിൽ പിന്നെ 3 പ്രാവശ്യം അങ്ങനെയൊക്കെ വരാറുണ്ട്. നമ്മൾ മീറ്റൊക്കെ വാങ്ങാനും നമുക്ക് പ്രത്യേകിച്ചൊക്കെ വാങ്ങാൻ നമ്മൾ എന്താ പറയുക, ലുലു മാളിൽ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ ബീഫായാലും അതുപോലെ മട്ടനായാലും ഫിഷിൻ്റെ വെറൈറ്റി ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടക്കും തലക്കൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും വീഡിയോസൊന്നും എടുക്കലില്ല. പക്ഷേ ഈ ഒരു വരവ് അതുപോലെ അല്ലല്ലോ. മക്കളെയും കൊണ്ട് വരിക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ അതങ്ങനെ അവിടെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ കിടന്നോളും. വരാത്ത ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ മാസത്തിൽ 5-6 പ്രാവശ്യമൊക്കെ നമ്മൾ ലുലുമാളിൽ വന്ന് പോവാറുണ്ട്. നമ്മളവിടുന്ന് 10-20 മിനിറ്റുള്ളൂ ലുലുമാളിക്ക്. പിന്നെ നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ ഒറ്റയടിക്ക് കിട്ടും കേട്ടോ. ലുലുമാളിൽ വന്നാൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. ഓഫർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സമയത്താണ്. ചില ഇപ്പോൾ പുട്ടുപൊടി, അപ്പപ്പൊടി അങ്ങനത്തേനൊക്കെ ഓഫറുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെയൊക്കെ. പിന്നെ ഈ പാത്രങ്ങൾക്കാണ് ഞാൻ പിന്നെ ഓഫറൊക്കെ കണ്ടത്. പിന്നെ മേക്കപ്പ് സാധനങ്ങൾക്ക് അങ്ങനെ. പക്ഷെ എന്ത് തിരക്കാണെന്നറിയോ, ഭയങ്കര തിരക്ക്. നമുക്ക് കൂട്ടിമുട്ടും ആളുകൾ, അത്രയും തിരക്കാണ്. മാക്സിമം അമ്മൂനെ അവൾ ഓരോ റൈഡിലും കയറ്റി. അവളാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നന്നായിട്ട് ഭയങ്കര ഹാപ്പിയാണ് ആൾ.